മകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി, അങ്ങനെ ചിന്തിക്കുന്ന ചില അമ്മായിമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സംഘപരിവാരങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ ഞാൻ ഈ അമ്മായിമ്മമാരെ ഓർത്തു പോവുകയാണ്. അവരിപ്പോൾ വലിയ ആഹ്ലാദത്തിലാണ് ഈ സംഘപരിവാരങ്ങൾ. അതുപോലെ തന്നെ കാസാകൂസ ടീമും വലിയ ആഹ്ലാദത്തിലാണ്. ഈ ആഹ്ലാദത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്തുണ, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടുന്നുണ്ട്. അമേരിക്ക മാത്രമല്ല ഇവിടെ ഇസ്രായേലിനെ പിന്തുണക്കുന്നത്. 140 കോടി ജനങ്ങളുള്ള ചെറിയ രാജ്യമായ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പിന്തുണ കിട്ടുന്നുണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ചില ആളുകളുടെ ഇപ്പോഴത്തെ ഒരു ആഹ്ലാദത്തിന് കാരണം. സമൂഹ മാധ്യമങ്ങളിൽ പടക്കം പൊട്ടിച്ചും അട്ടഹസിച്ചും ആഹ്ലാദിച്ചും ഒക്കെ അവർ രംഗത്തുണ്ട്, വീഡിയോ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇസ്രായേൽ വാക്കുപാലിച്ചു, ഹമാസിനെ തോൽപ്പിച്ചു, ഹമാസ് അവിടുത്തെ അവരുടെ ഭരണ സംവിധാനത്തെ പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ ചെയ്യുന്നുണ്ട്, ആർത്തട്ടഹസിക്കുകയാണ്. സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു കാര്യത്തിലാണ് അവരുടെ സന്തോഷം, അല്ലെങ്കിൽ ഈ കാസക്കാരുടെ സന്തോഷം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്. അതായത് ലോകത്ത് മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ സംഘികൾ മാത്രമാണ് ഇസ്രായേലിനെ പിന്തുണക്കുന്നത്. മതേതര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ, ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ഇസ്രായേലിനെ ശക്തമായി അവരുടെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കി അവരെ അകറ്റി നിർത്തുന്ന ആളുകളാണ്.